എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 60 ശ്ലോകം 8, 9, 10, 11, 12, 13, 14, 15, 16, 17 10 ശ്ലോകങ്ങളെ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ രുക്മിണിയുടെയും മനോഹരമായ ശയനമുറിയിലെ ഒരാട്ടുകെട്ടലിൽ ഭഗവാൻ ഇങ്ങനെ അതിസുന്ദര രൂപത്തിൽ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ ശയിക്കണം. രുക്മിണി ദാസിമാര് വീശിക്കൊണ്ടിരുന്ന ആ ചാമരം രുക്മിണി തന്നെ വാങ്ങിച്ച് അവരോട് പൊക്കോളാൻ പറഞ്ഞിട്ട് രുക്മിണി തന്നെ വീശി കൊടുക്കാണ് ഭഗവാന് അടുത്ത് നിന്നിട്ട്. ഭഗവാൻ ആ രുക്മിണിയുടെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കണു. അങ്ങനെ ഭഗവാൻ ഒരു നേരം പോക്കെന്നുള്ള മട്ടില് രുക്മിണിയോട് സംസാരിക്കുകയാണ്. ശുക്ലാം വരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗേ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗംഗണപതേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 8. താം രുക്മിണീം ശ്രിയം അനന്യഗതിം നിരീക്ഷ്യ യാ ലീലയാ ധൃതതനോരനുരൂപരൂപ പ്രീതസ്മയൻ അളകകുണ്ടല നിഷ്കകണ്ഠ വക്ത്രോല്ലസൽ സ്മിതസുധാം ഹരി ആപഭാഷേ. മനുഷ്യലോകത്തില് ഇങ്ങനെയുള്ള ആ ലീലാവിഗ്രഹം ഭഗവാൻ ധരിച്ചപ്പോ മനുഷ്യദേഹത്തോടുകൂടി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്ന ശ്രീദേവിയാണ് രുക്മിണി. ഭഗവാനായിട്ട് അവതരിച്ചപ്പോ ലക്ഷ്മി ദേവി രുക്മിണിയായിട്ട് അവതരിച്ചു ഭഗവാന്റെ കൂടെ. ഇങ്ങനെ ദേവനായിരിക്കുമ്പോൾ ദേവി ശരീരത്തോടും മനുഷ്യനായിരിക്കുമ്പോൾ മനുഷ്യ ശരീരത്തോടും കൂടി എപ്പോഴും ഭഗവാനെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. ആ രുക്മിണി ദേവിയുടെ മുഖത്തിലെ പ്രകാശിക്കുന്ന ആ ചൂർണ്ണ കുന്തളം, കാതുകളിൽ കിടന്നാടുന്ന കുണ്ടലങ്ങള്, കഴുത്തിൽ മിന്നുന്ന പതക്കം, മുഖത്തില് മന്ദഹാസമാകുന്ന അമൃതം ഇങ്ങനെ പ്രകാശിക്കുന്നു. ഇങ്ങനെയുള്ള ആഭരണങ്ങളാൽ ഏറ്റവും പ്രകാശിക്കുന്ന നിത്യസിദ്ധയായ മഹാലക്ഷ്മിയുടെ മനുഷ്യ സ്വരൂപമായ രുക്മിണിയുടെ ശരീരത്തിലെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ കണ്ണെടുക്കാണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ അത്യാനന്ദത്തോടു കൂടിയ ഭഗവാൻ ശ്രീഹരി മന്ദഹാസം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയണം. ശ്രീ ഭഗവാൻ ഉവാച രാജപുത്രീപ്സിതാ ഭൂവേ ലോകപാല വിഭൂതിഭി മഹാനുഭാവൈ ശ്രീമൽഭി രൂപൗദാര്യബലോർജിതൈ. ഭഗവാൻ പറയാണ്, ഹേ രാജപുത്രി, ഇന്ദ്രാദി ലോകപാലന്മാരെ പോലെ ഐശ്വര്യവും ദേഹകാന്തിയുള്ളവരും യൗവനം, ഔദാര്യം, ദേഹബലം മുതലായിട്ടുള്ള ഗുണങ്ങൾ തികഞ്ഞവരും മഹാനുഭാവന്മാരുമായ രാജാക്കന്മാരെ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു. താൻ പ്രാപ്താനർത്ഥിനോ ഹിത്വാ ചൈദ്യാദീൻ സ്മരദുർമദാൻ ദത്താ ഭ്രാത്രാ സ്വപിത്രാ ച കസ്മാന്നോ വവൃഷേ സമാൻ. അവര് നിന്നെ ആഗ്രഹിച്ചുകൊണ്ട് അവര് തന്നെ ഗൃഹത്തിൽ വന്നു. അവർക്കൊക്കെ എങ്ങനെ നിന്നെ വിവാഹം ചെയ്യണമെന്ന് എന്തൊരു ആഗ്രഹമായിരുന്നു, അത്രയും ആസക്തി ഉണ്ടായിരുന്നു. എന്തുമാത്രമല്ല, നിന്റെ സഹോദരനും പിതാവും കൂടി നിന്നെ ശിശുപാലന് കൊടുക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ നിങ്ങൾക്കും ആ രാജാക്കന്മാർക്കും സദൃശരല്ലാത്ത യദുകുലക്കാരായ ഞങ്ങളെ എന്തുകൊണ്ടാണ് നീ ബന്ധുത്വേന സ്വീകരിച്ചത്?
യദുകുലത്തിൽ ജനിച്ചവർക്ക് രാജ്യഭാരമൊന്നും ഇല്ലാന്ന് നിനക്കറിയില്ലേ? അപ്പൊ നിന്റെ പിതൃകുലത്തിനും ഞങ്ങൾക്കും തമ്മിൽ ഒരു ചേർച്ചയില്ല. നിന്റെ രാജധാനി എവിടെ കൊടുക്കണം, ഞങ്ങള് എവിടെ കിടക്കണം? അതാണ് ഭഗവാൻ പറഞ്ഞത്. ഐശ്വര്യം മുതലായിട്ടുള്ള ഗുണം അന്ന് അധികമില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് ചൈത്യാദി രാജാക്കന്മാരോടും ഉള്ള തുല്യത ഞങ്ങൾക്ക്, അതുപോലെ ഉള്ള ഒരു തുല്യത ഞങ്ങൾക്കില്ല. അവര് എത്രയോ ഉയർന്ന തലത്തിലുള്ളവരാ. അങ്ങനെ ഇരിക്കെ എന്നെ വരിക്കാൻ എന്താ കാരണം? ഒട്ടും നിനക്ക് ചേർച്ചയുള്ളവനല്ല ഞാൻ. രാജഭ്യോ വിഭ്യത സുഭ്രു സമുദ്രം ശരണം ഗതാൻ ബലവദ്ഭികൃതദ്വേഷാൻ പ്രായസ്ത്യക്ത നിർവാസനാൻ. ഹേ സുന്ദരി, ഞങ്ങള് പ്രായേണ ജരാസന്ധൻ മുതലായിട്ടുള്ള ബലവാന്മാരായ രാജാക്കന്മാരെ ഭയപ്പെട്ട് സമുദ്രമധ്യത്തില് രക്ഷ പ്രാപിച്ചിരിക്കുകയാണ്. അവരൊക്കെ പേടിച്ചിട്ടാ ഞാനിങ്ങനെ ഒരു സമുദ്രത്തിന്റെ മധ്യത്തിലെ ഒരു ദ്വാരക പണിതത്. എളുപ്പത്തിൽ അവർക്ക് ഇവിടെ ആക്രമിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രം അവരെ പേടിച്ചിട്ടാ അല്ലേ രുക്മിണി ബലിഷ്ഠന്മാരായ അവരോട് വൈരവും സമ്പാദിച്ചു. രാജാസനവും ഞങ്ങൾക്കില്ല. ഇങ്ങനെ ഇരിക്കുന്ന എന്നെ നീ എന്ത് കാരണം കൊണ്ട്, എന്ത് കണ്ടിട്ടാ ഭർത്താവായിട്ട് സ്വീകരിച്ചത് രുക്മിണി? അസ്പഷ്ടവൽമനാം പുംസാം അലോകവധമീയുഷാം ആസ്ഥിതാ പദവീം സുഭ്രൂ പ്രായസീദന്തി യോഷിതാം. ഞങ്ങള് ഏത് വിധത്തിലൊക്കെ കഴിഞ്ഞു കൂടണതും കഴിച്ചു കൂട്ടണതെന്നും മറ്റാർക്കും അറിയില്ല. ഞങ്ങള് ലോകാതീതമായ മാർഗത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള പുരുഷന്മാരെ ആശ്രയിക്കുന്ന സ്ത്രീകളെ, ഹേ സുന്ദരി, ക്ലേശം മാത്രമേ അവർക്കുണ്ടാവുള്ളൂ. നിഷ്കിഞ്ചനാവയം ശശ്വൻ നിഷ്കിഞ്ചന ജനപ്രിയ തസ്മാൽ പ്രായേണ നഹ്യാഢ്യാം മാം ഭജന്തി സുമധ്യമേ. ഹേ സുന്ദരി, ഞങ്ങൾ എന്നും കേവലം ദരിദ്രന്മാരാ, ഒന്നുമില്ലാത്തവര്. അതുപോലെ ഒന്നുമില്ലാത്ത ജനങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ സ്നേഹം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പ്രായേണ ആഢ്യന്മാരൊന്നും എന്നെ സ്നേഹിക്കില്ല. സുന്ദരിയായ നിനക്ക് ധനമില്ലാതെ ഒരു കാര്യം നിർവഹിക്കാൻ പറ്റില്ല. ധനമില്ലാത്ത എന്നെ എന്തിനാ നീ വരിച്ചത്? എനിക്ക് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവുള്ളൂ. യയോരാത്മസമം വിത്തം ജന്മൈശ്വര്യാകൃതിർഭവ തയോർവിവാഹോ മൈത്രീജ നോത്തമാധമയോ കുജിൽ. അത് മാത്രല്ല, വിവാഹശ്ച തഥാ മൈത്രി സമയോരേവ ശോഭത്തെ. വിവാഹവും മൈത്രിയും സമന്മാർക്ക് തമ്മിലായാൽ മാത്രമേ ശോഭിക്കുള്ളൂ എന്ന് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അങ്ങനെയുള്ള ന്യായപ്രകാരവും നീ എന്നെ വരിച്ചത് നന്നായിട്ടില്ല. നമ്മൾ തമ്മിൽ ഒരു യോജിപ്പുമില്ല. അന്യോന്യം സാദൃശ്യമുള്ള സൗന്ദര്യവും ഐശ്വര്യ നിമിത്തമുള്ള ശോഭയും ജാതക ചേർച്ച നിമിത്തം ആര് തമ്മിൽ യോജിച്ചാൽ ഭാവി ഫലം ഗുണമായി വരും എന്നുള്ള തീർച്ചയുണ്ട്. അവർക്ക് തമ്മിൽ മാത്രമേ വിവാഹവും മൈത്രിയും ഒക്കെ ഉണ്ടാവാൻ പാടുള്ളൂ. ഉത്തമന്മാർക്കും അധമന്മാർക്കും തമ്മിൽ വിവാഹവും മൈത്രിയും ഉണ്ടായാലേ ഒരിക്കലും സുഖമായിട്ട് വരില്ല. വൈദർഭ്യേതദ അവിജ്ഞായ ത്വയാ ദീർഘസമീക്ഷയാ വൃഥാ വയം ഗുണൈർഹീന ഭിക്ഷുഭിശ്ലാഘിതാമുധ. മഹത്തായ കുലത്തിലും സ്ഥാനത്തിലും ജനിച്ച നിനക്ക് ഇത്ര ആലോചനക്കുറവ് വന്നു പോയല്ലോ എന്നുള്ള അഭിപ്രായമാണ് ഭഗവാൻ പ്രകടിപ്പിക്കുക. ഹേ വിദർഭ രാജപുത്രി, ദീർഘ ആലോചന ഇല്ലാത്ത നീ മേൽപ്പറഞ്ഞ ന്യായത്തെ ഒന്നും ആലോചിക്കാതെ നിനക്ക് ഒട്ടും യോജിക്കാത്തവരായ ഞങ്ങളോട് ബന്ധം ആഗ്രഹിച്ച് എന്നെ നീ വരിച്ചൂലോ. ഒരു ബുദ്ധിമോശം തന്നെയാണ് നീ ചെയ്തത്. പക്ഷെ നിനക്ക് ഈ അബദ്ധം പറ്റിയത് സാധുക്കളായിട്ടുള്ള ആ നാരദാദി ഭിക്ഷുക്കള് ഗുണഹീനരായ ഞങ്ങളെ വെറും സ്തുതി ചെയ്യുന്നതിനെ കേട്ട് പരിഭ്രമിച്ചു പോയത് കൊണ്ടോ മറ്റോ ആയിരിക്കാം. ആ നാരദൻ പറഞ്ഞത് കേട്ടിട്ടാവും അല്ലെ, കൂട്ടി പറയും നാരദനെ എന്റെ ഗുണങ്ങളൊക്കെ, ഞങ്ങളുടെ ഗുണങ്ങളൊക്കെ. അത് കേട്ടിട്ടാവും നിനക്ക് ഈ അബദ്ധം പറ്റിയതല്ലേ ഒന്നും ചോദിക്കപ്പോ. അഥാത്മനോ അനുരൂപം വൈ ഭജസ്വക്ഷത്രിയർഷഭം യേന ത്വമാശിഷ സത്യ ഇകാമുത്രജ ലപ്സ്യസേ. എന്തെങ്കിലും ആവട്ടെ, എന്നെ വരിച്ചത് കൊണ്ട് നിന്റെ മനോരഥങ്ങളൊന്നും സാധിക്കാൻ തരില്ല എന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ നിനക്ക് അത് മനസ്സിലായതുകൊണ്ട് ഇനിയെങ്കിലും ഈ ലോകത്തിലും പരലോകത്തിലും സൗഖ്യമായിരിക്കാൻ ഏതൊരാളോട് ചേർന്നാൽ സാധിക്കുമോ
നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കാൻ ആർക്ക് സാധിക്കുമോ അങ്ങനെയുള്ള ഒരു യോഗ്യനും നിനക്ക് സദൃശനായ ഒരു ക്ഷത്രിയ ശ്രേഷ്ഠനെ തന്നെ നീ വരിച്ചോളൂ. ദാനം മുതലായിട്ടുള്ള സൽക്രിയകൾ നിമിത്തം സിദ്ധിക്കുന്ന പുണ്യാണല്ലോ പരലോക സുഖനിദാനം. അതിന് ധനം വേണമല്ലോ. അതുകൊണ്ട് രാജ്യഭരണമുള്ള ആഠ്യനായ ഒരു ക്ഷത്രിയനെ സ്വീകരിക്കുന്നതാണ് നല്ലത്, നിനക്ക് നല്ലത്. ഇപ്പൊ മനസ്സിലായില്ലേ എന്നെ കൊണ്ട് നിനക്ക് ഒരു ഗുണമില്ലാന്ന്? ഒട്ടും ചേർച്ചയില്ലാത്തവരല്ലേ നമ്മള്. ചൈദ്യ സാല്യ ജരാസന്ധദന്തവക്ത്രാദയോ നൃപാ മമത്യുഷന്തി വാമോരു രുക്മീചാവിതവാഗ്രജ. എന്നാ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ അപഹരിച്ചു കൊണ്ടുവന്നത് എന്നായിരിക്കും നീ ചോദിക്കണത്. അതിന് സമാധാനം ഞാൻ പറയാൻ കേട്ടോളൂ. ഏ സുന്ദരി, ആ ശിശുപാലാദി രാജാക്കന്മാരും നിന്റെ സഹോദരൻ രുക്മിയും എന്നോട് ശത്രുത പുലർത്തി എന്നെ ദേഷിക്കുന്നവരാ. തേഷാം വീര്യമദാന്താനാം ദൃപ്താനാസ്മയനുത്തയേ ആനീതാസി മയാ ഭദ്രേ തേജോപഹരദാസതാം. ഞങ്ങൾക്ക് അധികം ശക്തി ഉണ്ടെന്ന അഹങ്കാര മതം കൊണ്ട് ചെയ്യണത് എന്താ, ചെയ്യാൻ പാടില്ലാത്തത് എന്താ എന്നൊന്നും ആലോചിക്കാതെ ഗർവിഷ്ഠന്മാരായി എന്നെ ദ്രോഹിക്കുന്ന ആ അവിവേകങ്ങളുടെ മതത്തെ ഒന്ന് ശമിപ്പിക്കണം. ആ ഒരു വിചാരം കൊണ്ട് മാത്രാണ് ശിശുപാലന് കൊടുക്കാൻ നിശ്ചയിച്ചിരുന്ന നിന്നെ ബലാത്കാരേണ ഞാൻ കൊണ്ടുവന്നത്. അത് മാത്രമല്ല, അല്ലാതെ നിന്നെ കല്യാണം കഴിക്കണം എന്നുള്ള വിചാരം ഒന്നുമല്ല ഞാൻ ചെയ്തത്. എൻ്റെ രുക്മിണി, അവരുടെ അഹങ്കാരത്തെ നശിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ വിചാരം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാരണം കൂടാതെ എന്നെ ഇങ്ങനെ ദേഷിക്കുന്ന ആ അവിവേകരുടെ ദുരഹങ്കാരത്തെ നശിപ്പിക്കുക, അത് എൻ്റെ കൃത്യമായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. അതിനു വേണ്ടി അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് പറഞ്ഞില്ലേ രുക്മിണി. പിന്നെയും പറയണ്ട ഭഗവാൻ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.